ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങള്? നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ഹാപ്പിനെസ് പ്രൊജക്ടിന്റെ ഡേ 1 മുതൽ ഇന്ന് എത്തിയിരിക്കുന്ന ഡേ 4 വരെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് എല്ലാവരും ഓക്കെ അല്ലേ? കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോരുന്നുണ്ടോ? ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 1 ചെയ്യേണ്ടത് ഡേ 1 ചെയ്യണം, ഡേ 2 ഉള്ളത് ഡേ 2, ഡേ 3 അങ്ങനെ ഒരു സൈക്കിള് പോലെ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ ജേർണി കേട്ടോ. നമ്മുടെ ആ ഒരു ഹാപ്പിനെസ്സിലോട്ടേക്ക് എത്താൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഇന്ന് പറയുന്നതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഒക്കെ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് ട്രാക്ക് ചെയ്യണം അല്ലേ? നമ്മൾ ഡെയിലി എന്തെങ്കിലും ഒരു ഹാബിറ്റുകൾ ഓരോ ദിവസവും അത് ഫോളോ ചെയ്ത് വന്നാൽ മാത്രമേ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. ഒരു മനുഷ്യന്റെ ജീവിത വിജയവും അതിന്റെ എന്താ പറയുക ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ശക്തമായിട്ടുള്ള ബന്ധമുണ്ട്. അതായത് ഒരു ഒറ്റപ്പെടല്, എന്താ പറയുക ഡിസ്കംഫേർട്ട്, നമ്മളിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പെയിനുകള് അങ്ങനെയൊക്കെ നമ്മൾ തന്നെ സ്വയം ഓരോരോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ആ നോർമൽ ഉള്ള റൊട്ടീനിൽ ചെറിയ കറക്ഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് നന്നായിട്ട് ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി മാറുമ്പളാണ് ഒക്കെ മാറ്റം വരുന്നത്. എന്റെ അടുത്ത് ഒരു പേഴ്സണൽ ആയിട്ട് വന്നൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ഇപ്പം 3 മന്തിലോട്ടേക്ക് കടന്നു. അപ്പം ഫസ്റ്റത്തെ മന്ത് വന്നപ്പം ആ ആള് എന്റെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഒന്നിനും ഒരു ആഹ് ഓ ഉഷാറില്ല എന്നാണ് പറഞ്ഞത്. മീൻസ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ട, എവിടെയും പോണ്ട. ഡ്യൂട്ടിക്ക് പോവും വരും. അപ്പൊ ഞാൻ ചോദിച്ചു, "നിങ്ങൾ ഒരു ദിവസം ഒന്ന് പറഞ്ഞേ എങ്ങനെയാ പോകുന്നേന്ന്" ചോദിച്ചു. ഒരു ദിവസം പോകുന്നത് സിമ്പിളാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. കുടുംബത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ജോലിക്ക് പോകുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സോഫയായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ്. മനസ്സിലായോ? സോഫയിൽ ഇരുന്നാ എഴുന്നേൽക്കാൻ തോന്നൂല്ല. ഇനിയിപ്പോ ഡ്യൂട്ടിയുള്ള സ്ഥലത്താണെങ്കിൽ പോലും ഇരുന്ന ചെയറിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്ക് ഒന്നും ചിന്തിക്കുന്നൊന്നും ഉണ്ടാവില്ല. മൂപ്പരിങ്ങനെ എന്താ ആലോചിച്ചതെന്ന് വെച്ചാൽ പോലും പറയാൻ വേണ്ടി കാര്യമൊന്നുമില്ല. അത്രയും എന്താ പറയാ വേറൊരു ലോകത്തേക്ക് മാറുകയാണ്. അപ്പൊ അത് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് മൂപ്പര് കാണുന്നു ട്ടോ. അപ്പം ഇത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരും. കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേങ്കില് റൂമില് ഒറ്റക്കാണ് താമസിക്കുന്നത്. നമ്മള് ഗൾഫ് കൺട്രീസിലൊക്കെ അങ്ങനെയല്ലേ. അപ്പൊ രാവിലത്തെ റൊട്ടീൻ എങ്ങനെയാന്ന് ചോദിച്ചപ്പോ രാവിലെ ഞാൻ ചോദിച്ചു ഉറക്കം കറക്റ്റ് ആണോന്ന് ചോദിച്ചു. ഉറക്കമൊക്കെ നല്ല കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര മണിക്കൂർ ഉറങ്ങും? കറക്റ്റ് 8:30 മണിക്കൂർ. ആരോ പറഞ്ഞു കൊടുത്തിട്ട് അത് മാത്രം മൂപ്പര് ഫോളോ ചെയ്യുന്നുണ്ട്. 8 മണിക്കൂർ കറക്റ്റ് അങ്ങ് ഉറങ്ങും മൂപ്പര്. 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോ എങ്ങനെയാ ഉണ്ടാവല്? പിന്നെയും ചടപ്പാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യാ? മൂപ്പർക്ക് 9 മണിക്കാണ് ഓഫീസിൽ പോണ്ടത്. 8:25 ആവുമ്പോഴത്തേക്ക് മൂപ്പര് ബെഡ്ന്ന് എണീക്കും. കാരണം 8 മണിക്കൂർ കറക്റ്റ് ഉറങ്ങണല്ലോ. അപ്പൊ 8:25 ആയിട്ട് എഴുന്നേറ്റ് അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അലി കഫേന്റെ 2 പാക്കറ്റ് പൊട്ടിച്ചിട്ട് കപ്പിലോട്ട് ഒഴിച്ച് കെറ്റിൽന്ന് വെള്ളം ചൂടാക്കി അതിലൊഴിക്കും. ഷുഗർ ഫ്രീ ഡൈജസ്റ്റീവിന്റെ ബിസ്ക്കറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. വേറെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും മൂപ്പര് കഴിക്കുന്നില്ല. നല്ല ഹെൽത്തി റൊട്ടീൻ ആണെന്നാണ് മൂപ്പരുടെ വിശ്വാസം. അത് കഴിച്ചിട്ട് ഡ്യൂട്ടി ആ ഒരു 10 മിനിറ്റ് കൊണ്ട് എങ്ങനെയോ ചാടിപ്പറഞ്ഞ് കിടക്കയിന്നൊക്കെ മറിഞ്ഞ് എണീച്ച് വന്നിട്ട് കാറിൽ കയറിയിരിക്കും. കാറിന്നാണ് കോഫിയും ബിസ്ക്കറ്റും കഴിക്കുന്നത്. ഓഫീസിലെത്തുന്നു. ഓഫീസിലെത്തിയാല് ബ്രേക്ക്ഫാസ്റ്റ് മുടക്കാൻ പാടില്ലല്ലോ. അതെവിടെയോ കേട്ട പരിചയം മൂപ്പർക്കുണ്ട്. ബ്രെയിനിന്റെ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിക്കുന്നു. ഇങ്ങനെ പോവാണ് ദിവസം. അപ്പൊ അവിടെ തന്നെയാ വർക്ക്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് ട്ടോ. നല്ല അടിപൊളി സാലറി വാങ്ങിക്കുന്ന ഒരാളാണ്. അപ്പം കമ്പ്യൂട്ടറിൽ വർക്ക് ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞ് അപ്പഴത്തേക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരും. സീരിയസ് ആയിട്ടുള്ള വേറെ എന്താ പറയാ വേണ്ടാത്ത ചിന്തകളോ ദുഷ്ട സ്വഭാവങ്ങളോ ഒന്നുമില്ല. സൽസ്വഭാവിയാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. വർക്ക് വരുന്നു, അത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അപ്ഡേറ്റ് പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ സൈറ്റിൽ പോണം. ഇപ്പൊ പ്രോപ്പറായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് എന്താണോ കിട്ടുന്നത് അതാണ് കഴിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോവാണ്. വീട്ടില് വന്നാലോന്ന് ചോദിച്ചു. ഞാൻ കറക്റ്റ് പിന്നെ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ഓഫീസ് കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആവും. കാരണം വർക്ക് നമ്മള് ചെയ്യേണ്ടതാണല്ലോ. പ്രൊജക്റ്റ് വരുന്ന പോലെയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ബാക്കി വർക്കൊക്കെ വീട്ടിലോട്ടേക്ക് കൊണ്ടുവരും. മനസ്സിലായോ? അപ്പൊ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടില് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ കിടക്കുന്നേരം ഒരു പ്ലാനറ്റോറിയം കറങ്ങുന്ന പോലെ ആയിരിക്കും. ഫുൾ ടൈം ഇവിടെ തന്നെയാണ് ആള്. മൊബൈല് കഴിഞ്ഞാല് ലാപ്ടോപ്പ്, ലാപ്പ് കഴിഞ്ഞ് വർക്കിലാണേ. വേറെ അനാവശ്യമായ പരിപാടിയൊന്നുമില്ല. നാട്ടില് വിളിക്കും കുറച്ച് സമയം. എല്ലാരോടും ദേഷ്യം, എല്ലാത്തിനോടും ദേഷ്യം. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ഭക്ഷണം ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ദിവസം ഉണ്ടാവും. അപ്പം കൊണ്ടുവച്ച്
അത് കഴിച്ച് പിന്നെ ഉറങ്ങാൻ 7 മണിക്കൂർ കറക്റ്റ് ഉറക്കം മാത്രം കറക്റ്റാണ് മൂപ്പരുടെ. എന്നാ ഉറങ്ങുന്ന അപ്പൊ ഞാൻ ചോദിച്ചു, "ഉറക്കത്തിൽ സ്വപ്നം കാണലുണ്ടോ?" "ഒന്നുമില്ല. നല്ല സുഖായിട്ടാണ് ഉറങ്ങുന്നത്." അപ്പൊ അത് ഡീപ്പ് സ്ലീപ്പും അല്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ കറക്റ്റായിട്ട് മൂപ്പരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. "ഒരു ഒരു 1 മാസം നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഞാൻ പറയുന്ന പോലെ ലീവ് എടുത്തിട്ടെങ്കിൽ ലീവ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യെന്ന് പറഞ്ഞു. ചെയ്യാൻ സമയമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ജീവിക്കണോ മരിക്കണോ എന്ന് ചോദിച്ചു. ഇങ്ങനെ തന്നെ പോവുകയാണെങ്കില് സ്ട്രെസ് കൂടിയിട്ടാണ് എന്റെ അടുത്ത് വന്നത് കേട്ടോ. മീൻസ് ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യണം. ഇത് എനിക്ക് ശരിയാവുന്നില്ല എന്ന് എനിക്ക് അത്രയും അറിയാന്നുള്ളത് അത് മാറ്റണം. എനിക്കൊരു മനുഷ്യന്മാരെ പോലെ ജീവിക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു ഒരു 30 ദിവസം എനിക്ക് തരുമോ നിങ്ങള്? ലീവ് എടുക്കുവാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിലിരിക്ക് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് ലീവ് എടുക്കാൻ പറ്റൂല. പക്ഷെ ഞാന് കമ്മിറ്റഡ് ആവാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, "എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? എങ്ങനെയൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. ഞാൻ കുറച്ച് ദിവസം നോക്കാന്ന് പറഞ്ഞു." പറ്റുവാണ് കാരണം ഒരു കാര്യം തുടങ്ങുവാന്നല്ലാണ്ട് അവസാനിപ്പിച്ച ശീലം എനിക്കില്ലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, "അതൊന്നും കുഴപ്പമില്ല. ഞാൻ ശരിയായിക്കോളാംന്ന്" പറഞ്ഞു. അപ്പം മൂപ്പര് എന്റെ അടുത്ത് ജോയിൻ ചെയ്തു. അപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ആഹ് വിത്തിൻ ഒരാഴ്ച ശരിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ പറഞ്ഞു ഞാൻ ബാക്ക് ടു വർക്കിലോട്ട് പോവാ. ഒരാഴ്ച ലീവ് എടുത്തു മൂപ്പര് ട്ടോ. അപ്പൊ മൂപ്പർക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഒന്നും പറയാതെ തന്നെ മൂപ്പര് ഒരു റൂട്ടീൻ സെറ്റ് ചെയ്തു. ആദ്യത്തെ 2 ദിവസം പേഴ്സണൽ സിറ്റിംഗ് 2 ദിവസത്തെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്ന് മുതൽ മൂപ്പര് എന്റെ അടുത്ത് എപ്പളാണോ സംസാരിച്ചത് അന്ന് മുതൽ മൂപ്പര് ആ ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മൂപ്പര് തന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്ക് എന്ന് പറഞ്ഞു. കാരണം നമ്മക്ക് ഒരു ജേർണി മുമ്പോട്ട് കൊണ്ടുപോണം. വർക്കൗട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കണം എന്ന് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കില്, നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ആ ക്ലാരിറ്റി ഞാൻ മൂപ്പർക്ക് കൊടുത്തു. ഇത് ചെയ്തിട്ടില്ല ഇതാണ് സംഭവിക്കുക. ഇത് വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ റെഡിയാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ മൂപ്പർക്ക് കാണിച്ചു കൊടുത്ത ഒരു കാര്യമാണ്. ഉം. 2 ദിവസം ഞാൻ പറയുന്ന പോലെ നമ്മള് വർക്കൗട്ട്, എക്സർസൈസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് ഇറങ്ങാനൊന്നും അല്ല പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു 2 ടിപ്പ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മൂപ്പർക്ക് മാറ്റം കണ്ടു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, "എന്നാ പോര് എന്റെ കൂടെ." ഞാൻ പറഞ്ഞു, "നിങ്ങള് പേയ്മെന്റ് ഇപ്പൊ ചെയ്യണ്ട. നിങ്ങളിത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി" എന്ന് പറഞ്ഞു. അപ്പം ആ മൂപ്പര് ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൂപ്പര് സ്വയം എന്റെ ഇത് മൊത്തത്തിൽ എന്റെ കയ്യിൽ നിന്ന് പിടിയിൽ നിന്ന് പോവാണെന്ന് മനസ്സിലാക്കിയെന്ന് അവര് മിറാക്കിൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാഴ്ചയിൽ വന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കും അത്ഭുതമായിരുന്നു കേട്ടോ. ഒരു ദിവസം നമ്മൾ സെറ്റ് ചെയ്തു. മനസ്സിലായോ? രണ്ടാമത്തെ ദിവസം അത് കഷ്ടപ്പെട്ട് അതേ രീതിയിൽ തന്നെ കൊണ്ടുവന്നു. മൂന്നാമത്തെ ദിവസം മൂപ്പര് അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. മനസ്സിലായോ? ആ ഒരു ഹാബിറ്റ്. അതിനുശേഷം പിന്നെ അവർക്കൊരു തോന്നലുണ്ടായി. ഈ ഒരു ചെറിയ സമയം കൊണ്ട് എനിക്ക് ഇത്രയും മാറ്റവും എനർജിയും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് അവര് ആ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കിയത്. ആ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സർസൈസ് അല്ലെങ്കില് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന രീതി അല്ലെങ്കിൽ എന്തും ആവട്ടെ, എന്ത് ശീലങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് 100% അല്ല 150% 200% എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അതിന് വേറെ ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല. നമ്മൾ തീരുമാനിക്കുക അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. അതാണ് ട്ടോ. ഏറ്റവും കൂടുതല് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെൽബീയിങ് സൈക്കോളജി എന്ന് പറയും. വെൽബീയിങ് സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത് ഏറ്റവും നമ്മുടെ ശരീരത്തിന്റെ ഡോസ് കൂട്ടി വെക്കുക. ഡോസ് എന്ന് പറഞ്ഞാൽ എന്താ? 4 ഹോർമോൺസ് ആണ്. ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ എങ്ങനെയാണെന്ന് ഡിസൈൻ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഡോപ്പമൈൻ എന്ന് പറഞ്ഞ സാധനം നമുക്കില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മടിയനായിരിക്കും. മനസ്സിലായോ? പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ പരിപാടി എല്ലാം മാറ്റി, കുറച്ച് കഴിയട്ടെ, പോവാ, ഞാൻ ചെയ്യാ, ഇനി മിണ്ടാണ്ടിരിക്ക്. ഇതായിരിക്കും മൂപ്പരെ പരിപാടി. മനസ്സിലായോ? എപ്പളും ഇങ്ങനെയുള്ള കുറഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ. അതായത് അവർക്ക് പിന്നെ എന്താ പറയാ ഒരു അച്ചീവ്മെന്റ് ഒന്നും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. ഒരു ലക്ഷ്യബോധം ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അങ്ങ് പോകുന്നതാണ്. മനസ്സിലായോ? അപ്പം ഡോസ് കൂട്ടി വെക്കുക. രണ്ടാമത്തെ കാര്യം ഓക്സിറ്റോസിൻ എന്ന് പറയും. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരാളെ ഇഷ്ടമാണ് ഹഗ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇഷ്ടത്തോടെ സംസാരിക്കും. കയ്യിലൊക്കെ പിടിച്ച് നല്ല സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ ഓക്സിറ്റോസിൻ നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ആവും. പിന്നെ വരുന്നത് സെറോട്ടോണിൻ. സെറോട്ടോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറോട്ടോണിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്റർടൈൻമെന്റ് ഒക്കെ കിട്ടും. സിനിമ കാണുമ്പോൾ നമുക്കത് കിട്ടും. പിന്നെ പല പല എക്സർസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷമൊക്കെ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻ ഒക്കെ നമുക്കിപ്പോ ഉം നിങ്ങള് ശരിക്കും നമ്മുടെ ഡിപ്രഷൻ ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ? ഇവർക്കൊക്കെ ചെറിയ രീതിയിൽ ഇതൊക്കെ
ടാബ്ലറ്റിൽ ഇതിന്റെയൊക്കെ ഡോസ് ആണ് അവർക്ക് കൊടുക്കുന്നത് ചെറിയ രീതി. പക്ഷെ ഇത് ഒരു പൈസ 5 രൂപ പോലും ചെലവില്ലാതെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സർസൈസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് റിലീസ് ചെയ്യുന്ന സാധനമാണ് എൻഡോർഫിൻ. എൻഡോർഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളിപ്പോ ഒരു ഓട്ട മത്സരത്തിനൊക്കെ പോകുമ്പോൾ അവിടുന്ന് ജയിക്കാൻ ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നമുക്കൊരു മുള്ളു കൊണ്ടാ നമ്മൾ ആ മുള്ളും നോക്കിയിട്ട് അവിടെ ഇരിക്കുവോ? അത് നമ്മൾ വേദന നമ്മൾ അറിയില്ലല്ലോ. ജയിച്ചു കഴിഞ്ഞാലല്ലേ നോക്കും ഇതെന്താ ഇവിടുന്ന് ചോര വരുന്നതെന്ന് വെച്ചിട്ട് നോക്കും. അപ്പൊ നമുക്ക് ആ പെയിന് ഫീൽ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയിൽ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതേ കാര്യം തന്നെയാണ് നമ്മള് പിന്നെ നല്ലോണം വീട്ടിന്നല്ല സോറി, കുട്ടികൾ തമ്മിൽ അടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പല്ലൊക്കെ ഇറുമ്പി നല്ലോണം കുത്തും ചവിട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് കുളിക്കാൻ പോകുമ്പോഴത്തേക്കായിരിക്കും നെഞ്ചത്തുനിന്നും മേലത്തുനിന്നൊക്കെ വേദന വരിക. എന്തുകൊണ്ടാ? ആ സമയത്ത് നമുക്ക് അത്രയും ഹൈയിലാണ് നമ്മുടെ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? ഹാപ്പിനെസ് ഹോർമോൺ ആണ് ഇതൊക്കെ. ഈ 4 എണ്ണാണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യുന്നതിലൂടെ ട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റുട്ടീന് തന്നെ ക്രിയേറ്റ് ചെയ്യണം. നല്ല പവർഫുൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പം ഏത് ഹോർമോൺസ് ആണോ നമുക്ക് കുറവ് അത് നമ്മൾ കൂട്ടി വെക്കുക എന്നുള്ളതാണ് അതിനുള്ള കാര്യം. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഷോപ്പിൽ പോയിട്ട് 5 കിലോ എൻഡോർഫിൻ 5 കിലോ ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റൂല. ഒരു ചെലവുമില്ല. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എപ്പോഴും തലവേദന, ഊരവേദന, കൈവേദന അല്ലെങ്കിൽ ക്ഷീണം എന്നൊക്കെ മടി എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ ശരീരം അനങ്ങി തുടങ്ങുമ്പോഴത്തേക്കാണ് ഇതിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ട്ടോ. അതായത് നമ്മളിപ്പോ ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിൽ വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. വയ്യാണ്ട് കിടക്കുമ്പോൾ ഇതിനൊന്നും ചാടി പുറപ്പെട്ടാൽ നമുക്ക് പെയിൻ ആയിരിക്കും. മനസ്സിലായോ? ഹെൽത്തി ആയിരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് തുടങ്ങാന്നാണ് ഞാൻ പറയുന്നത്. ഈ ചെറുപ്പക്കാരുടെ അടുത്താണ് പ്രത്യേകിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പം മടിയന്മാരായിട്ട് ഇരിക്കുമ്പോൾ അവർ വണ്ണം വെച്ചിട്ടാണ് അവർ അസുഖക്കാരാകുന്നത്. അപ്പൊ അതാവുന്നതിന് മുന്നേ ഇവര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാലോ. മനസ്സിലായോ? അപ്പം എപ്പളും നിങ്ങളിപ്പം ഇപ്പൊ ചില പെയിൻ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ചെയ്യ് എന്ന് പറയാ. 1 2 ദിവസം ഇത്തിരി പാടുണ്ടാവും. പക്ഷെ ഒരു ആഴ്ച, ഒരു 3 ആഴ്ച കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം മിറാക്കിൾസ് ആണ് എന്റെ ബോഡിയിൽ സംഭവിക്കുന്നത്. എന്റെ എനർജി ലെവൽ കൂടി, പഠിക്കുന്ന കുട്ടികളുടെ ഫോക്കസ് കൂടും. ഇവിടെയൊക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ കുട്ടികൾക്ക് നിർബന്ധമാണ് സ്കൂളിൽ എത്തിയ ഉടനെ ഒരു എക്സർസൈസിന്റെ സമയം. മനസ്സിലായോ? കുറേ സമയമൊന്നും വേണ്ട ട്ടോ. ഒരു 5 മിനിറ്റ് നിങ്ങൾ ബോഡി മൂവ് ചെയ്ത് തുടങ്ങാം. അപ്പം ഇത് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റാത്തതിന്റെ കാരണങ്ങളാണ് ഞാൻ ഡിസ്കസ് എല്ലാരും ഇവിടെ തന്നെ ഇല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് മിണ്ടിയേ. ഞങ്ങക്ക് പറയുന്നതൊക്കെ കേൾക്കുന്നില്ലേ? മാഡം എല്ലാരും ഉണ്ട്. ക്ലിയർ ആണോ? ക്യാമറ ഓൺ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ല. കുഴപ്പമില്ല. അതുകൊണ്ട് കേട്ടാ മതി കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ കേട്ടതിന് ശേഷം ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാൻ പറയുമ്പോൾ കേട്ടാലും റിവൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്നും തലേക്ക് കയറിയിട്ടുണ്ടാവില്ല. മനസ്സിലായോ? ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. പിന്നെ ലൈവ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറ്റും. എപ്പോഴും ഏത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ലൈഫിലോട്ടേക്ക് വേണ്ടുന്ന കാര്യങ്ങളായാലും ആദ്യത്തെ ഇങ്ങനെ നമ്മൾ പോവുള്ളൂ. രണ്ടാമത്തതാണ് ഒന്ന് ഉള്ളിലത്തെ രണ്ടാമത്തെ ലെയറിൽ കയറുള്ളൂ. മൂന്നാമത്തെ സമയത്ത് നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളെ ഹൃദയത്തിലോട്ടേക്ക് എടുക്കും. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ പറ്റുന്ന ആവശ്യം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഏത് കാര്യങ്ങളും 2 പ്രാവശ്യം കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏത് കോഴ്സുകളായാലും കാര്യങ്ങളായാലും ഒക്കെ കേട്ടോ. കാരണം അത് നമ്മൾ ഹാമറിംഗ് ടെക്നിക്ക് കൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ ബ്രെയിനിനെ കേട്ടോ. ഇതെനിക്ക് വേണം നമ്മൾ പറഞ്ഞത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പം എങ്ങനെയാണ് ഒരു ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം കഷ്ടപ്പെട്ടങ്ങ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അതായത് ഒന്നും വേണ്ട, തുടങ്ങാൻ ഒരു മൈൻഡ് സെറ്റ് മാത്രം മതി. ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്തിനാ ഞാൻ ചെയ്യുന്നതെന്നുള്ള കാര്യം കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. എന്തിനാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത്? ഇത് ചെയ്താൽ എനിക്കുള്ള ഗുണം എന്താണ്? ഓക്കെ, എവിടെയാണ് എനിക്ക് എത്തേണ്ടത്? ഇതൊക്കെ എപ്പോഴാണ് ഞാൻ നിർത്തേണ്ടത്? കറക്റ്റ് ഒരു റൂട്ട് മാപ്പ് അങ്ങ് വരച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ഇതില് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു നമ്പറിലോട്ടുള്ള ഫോക്കസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ അങ്ങ് നിർത്തിയേക്ക് കേട്ടോ. നമ്പറിലോട്ടേക്ക് ഫോക്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇന്ന് ഇത്ര കലോറി ബേൺ ചെയ്തു, ഞാൻ ഇത്ര പിന്നെ കലോറി കഴിച്ചിട്ടുള്ളൂ അല്ലെ, അല്ലെങ്കിൽ എന്റെ പിന്നെ വെയിറ്റ് ഇത്ര 0.5 കുറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ നിങ്ങൾ നമ്പറിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം
ഒരു പ്രോഗ്രസ് ഉണ്ട്. നമ്മളൊരു ചെടിയൊക്കെ കുഴിച്ചിട്ട് എല്ലാതും എടുത്ത് പൊന്തിച്ച് നോക്കിയാൽ എന്താവും അതിന്റെ അവസ്ഥ? വേര് വന്നോ, മുളച്ചോ നോക്കിയാൽ നടക്കുവോ? ഇല്ല. അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ചിട്ട് ഇത് കുറേ നമ്മുടെ ബോഡിയില് ചേഞ്ചസ് ഓരോരുത്തരുടെ ബോഡിയും ഡിഫറന്റ് ആണ്. ഫസ്റ്റ് മെറ്റബോളിസം ഒക്കെ തീരെ ലോ ആയിട്ടുള്ള ആൾക്കാർ അത് കറക്റ്റ് ചെയ്ത് വന്ന് ചിലപ്പോ ഇഞ്ചിലോസ് എന്തെങ്കിലും ആവട്ടെ, എന്നും ഇല്ലെങ്കിലും ചേഞ്ചസ് ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങളൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമായിട്ട് കാണാം. കുട്ടികളൊക്കെ കളിക്കാനൊക്കെ പോകുന്നില്ലേ? നിങ്ങൾക്ക് കളിക്കാൻ പോകാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ എനിക്ക് ഏറ്റവും ഏഹ്, എന്താ പറയാ കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്തെടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എപ്പളും തുടങ്ങുമ്പം തുടക്കത്തിലുള്ള ആവേശത്തിൽ എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് തുടങ്ങരുത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടങ്ങ് തുടങ്ങും. മനസ്സിലായോ? ഞാൻ എപ്പളും എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും റൂമിൽ തുടങ്ങണം നിങ്ങൾ. ബെഡ്റൂമിൽ തുടങ്ങിയിട്ട് അതായത് എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയിട്ട് നിങ്ങൾ ഹോളിലേക്ക് ഇറങ്ങി വരിക. ഹോളിലേക്ക് ഇറങ്ങി വരികാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദൂരം ആ ഒരു രീതിയിലേക്ക് വരിക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുറ്റത്തോട്ടേക്ക് ഇറങ്ങുക. എന്നിട്ട് വേണം പുറത്തേക്കുള്ള നടത്തം തുടങ്ങാൻ. എന്നിട്ട് വേണം നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഷൂ ആയാലും ബാക്കിയുള്ള സാധനങ്ങളായാലും എല്ലാതെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാ മെഷീനറിയും കാര്യങ്ങളും എല്ലാം വാങ്ങി വെച്ചിട്ട് അയ്യോ ഇതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കണ്ട ട്ടോ. നമുക്ക് ആ ഒരു എനർജി കിട്ടി. എന്നിട്ട് മതി നിങ്ങൾ ജിമ്മിലെ ഏറ്റവും വില കൂടിയ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ പോയി മലമറിക്കാനല്ല. നമുക്കിത് ചെയ്ത് ഒരു പാറ്റേണിലൂടെ പോകുമ്പം നമുക്കതിന്റെ എല്ലാ ബെനിഫിറ്റും നമ്മുടെ ബോഡി വെയിറ്റ് ബോഡിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് വേണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മസിൽ സ്റ്റോർനെസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ബാക്കൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ഉണ്ടാവാൻ പാടില്ല ട്ടോ. അതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ദിവസവും ഓരോ 5 മിനിറ്റ് കൂട്ടി ദിവസങ്ങളുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം ആക്കേണ്ട കാര്യങ്ങളാണ് എക്സർസൈസ് ഒക്കെ ട്ടോ. മെല്ലെ മെല്ലെ ചെയ്താല് എല്ലാ ദിവസങ്ങളും കേട്ടിട്ടില്ലേ? മെല്ലെ തിന്ന പനയും തിന്നാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ. തുടക്കത്തിലുള്ള എക്സൈറ്റ്മെന്റ് പലപ്പോഴും ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ആരെങ്കിലും ഉന്തുന്നുണ്ടെങ്കിൽ പിന്നെയും തള്ളി തള്ളി വണ്ടിയൊക്കെ പോകും. മനസ്സിലായോ? ആ വണ്ടിയുടെ ഓട്ടം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ. പിന്നെ പിന്നെ പറയാനുള്ളത് നിങ്ങൾ വർക്ക്ഔട്ട് ആയാലും അല്ലെ നടത്തായാലും എന്ത് ചെയ്യുമ്പോഴത്തേക്കും വാമപ്പിന്റെ ഇമ്പോർട്ടൻസ്. ആ വാമപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ചെയ്യാനും അതേപോലെ ഹാർട്ടിന്റെ ഹെൽത്ത് അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്ക്ഔട്ടിലേക്ക് പോവാണ് എനിക്ക് ഇത്രയും എനർജറ്റിക് ആയിട്ട് ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ ബോഡിനെ ആദ്യം അറിയിക്കുകയാണ്. പെട്ടെന്ന് ചാടി കയറി നടക്കാനും തുള്ളാനും പോവാതെ ഇങ്ങനെ ചെയ്ത് ബോഡി ഒന്ന് ഹീറ്റ് ആക്കി മെല്ലെ മെല്ലെ കൂട്ടി കൊണ്ടുവരും ബോഡിയും റെഡി ആവും. ഈ പറഞ്ഞ എൻഡോർഫിൻ ഒക്കെ റെഡി ആയാൽ നമുക്കൊരു ടയർഡ്നെസ്സും മടിയും ഇല്ലാണ്ട് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. എല്ലാ ദിവസവും നിർത്തുമ്പോഴും മുന്നേ ആണ് സ്ട്രെച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അത് നിങ്ങൾ ഏത് വർക്ക്ഔട്ട് ചെയ്യുന്നതാണെങ്കിലും ഈവൻ നടത്തത്തിന് പോകുന്നതാണെങ്കിലും മുന്നേ ഒന്ന് ബോഡി ഒക്കെ സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് തുടങ്ങുമ്പം നമ്മൾ റെഡിയായി നടത്തത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് പെയിന് ഫീൽ ചെയ്യില്ല, ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. ഒരു രാവിലെ നമ്മൾ തുടങ്ങുന്ന എനർജി നിങ്ങൾക്ക് രാത്രി വരെയുള്ള ഒരു അത് കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ എപ്പളും എനിക്ക് പറയേണ്ടത് എല്ലാ ആഴ്ചയിലും ചെറിയ പ്രോഗ്രസ് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കും. ഇപ്പം നടത്തം നിങ്ങൾ തുടങ്ങി ഒരാഴ്ച നിങ്ങൾ നടത്തത്തില്ല അല്ലെങ്കിൽ കാർഡിയോ ആക്ടിവിറ്റീസ് മാത്രം നോക്കുക. പിന്നെ അടുത്ത ലെവല് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിൽ തുടങ്ങുക. മെല്ലെ കൂട്ടിയെടുക്കുക. പിന്നെ ബാക്ക് ടു ഹാപ്പിനെസ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ വീട്ടിൽ കുട്ടികളോ അല്ലെ പുറത്തുള്ള കുട്ടികളോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെയാണ് നിങ്ങൾ എക്സർസൈസിന്റെ സ്റ്റെപ്പ് വെക്കേണ്ടത്. പറ്റുവാണെങ്കിൽ നിങ്ങൾ മൂവ്മെന്റ് ഒരു മ്യൂസിക് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുള്ളൂ. കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി കൂടുതൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ചെറിയ കുട്ടിക്കാലത്തിലോട്ടേക്കാണ് നമ്മൾ എപ്പോഴും വരേണ്ടത്. എപ്പോഴും ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലം തന്നെയല്ലേ അല്ലേ? നമ്മൾ വലുതായാൽ എന്തായാലും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ കാലമായിട്ട് നമ്മൾ കണക്ട് ആവണം. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ജേർണിയിലോട്ടേക്ക് സ്ലിപ്പായി പോവാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഇനിയിപ്പോ സൗകര്യങ്ങളൊക്കെ വരട്ടെ. ഇവിടെ കുട്ടികളൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഇടി വെച്ച് തരും. നിങ്ങളെന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ മൂഡുകൾ ഫസ്റ്റത്തെ കുറച്ച് ദിവസം നമ്മൾ ഫേക്ക് ആയിട്ട് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അതൊക്കെ വന്നോളും സിറ്റുവേഷൻസും സാഹചര്യം കേട്ടോ. എന്തില്ല എന്നുള്ളതിൽ ഫോക്കസ് ചെയ്ത് എന്ത് വേണം അതായിരിക്കണം ഫുൾ ടൈം ഫോക്കസ്. തുടങ്ങണമെന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ തന്നെ സൗകര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അതൊക്കെ ഉള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട് തുടങ്ങുക. അപ്പം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതില് ഞാൻ എന്റെ ഫാറ്റ് ടെസ്റ്റ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാർക്ക് ഉള്ളതല്ല ലൈഫ് സ്റ്റൈലും ഹെൽത്തി ആയിട്ടുള്ള ഹാപ്പിനെസ്സും ഒന്നും. മനസ്സിലായോ? എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞ സാധനം ഒരു റിസൾട്ടും നമുക്ക് കൊണ്ടെത്തില്ല. നമുക്ക് നമ്മുടെ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നതിന് എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് നിങ്ങളെ സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എപ്പോഴും ആ കംഫേർട്ട് സോൺ
നിങ്ങൾക്ക് ആ ഫീലിംഗ് വരുമ്പോ തന്നെ ഇത് എന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണ് മൂപ്പരുടെ അങ്ങ് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ തന്നെ സ്വിച്ച് ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ. പിന്നെ വീക്കിൽ ഒരു ദിവസം റിക്കവറി ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർക്കായാലും റെസ്റ്റ് കിട്ടിയിട്ടില്ലേ നമ്മൾ ഡ്രെയിൻ ഔട്ട് ആവും. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഇന്ന് ബുധനാഴ്ചയായി, 2 ദിവസം കൂടി ചെയ്താൽ നമുക്ക് റെസ്റ്റ് ഡേ വരാനുണ്ടെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റോട് കൂടമാണ് ഓരോ വീക്കും നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ആ റെസ്റ്റ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ട് പിറ്റത്തെ ദിവസം ഇനി അടുത്ത ആഴ്ചത്തേക്കുള്ള എനർജി ഞാൻ കണ്ടുപിടിക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ റെസ്റ്റ് ഡേ ഉണ്ടല്ലോ, അയ്യോ റെസ്റ്റ് ഡേ ആവട്ടെ എന്നുള്ള ചിന്ത ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവരുത്. കാരണം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് എക്സൈറ്റ്മെന്റോട് കൂടെ ഓരോ ദിവസവും സെലിബ്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ. ഇതൊക്കെയുള്ള ഒരു പ്രോജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഹാപ്പിനെസ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. പിന്നെന്താണ്? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. നമ്മൾ എക്സസൈസിന്റെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും എക്സസൈസും നല്ലോണം ചെയ്യുന്ന ഒരാൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് പാറ്റേൺ ഉണ്ടായിരിക്കണം. സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൺട്രോൾ അവരുടെ കയ്യിലോട്ട് കിട്ടണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റണ്ടേ? എത്ര വലിയ മല പോലെ വരുന്ന സിറ്റുവേഷൻസ് പലതും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം അല്ലെ? ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവാം. പല സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമ്മളത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പഠിക്കണ്ടേ? നമ്മുടെ എന്താ പറയാ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് കേട്ടോ. ഹാപ്പിനെസ് ചലഞ്ചിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടിച്ചേർന്ന് നമ്മുടെ മനസ്സ് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? നമ്മുടെ വൈബ്രേഷൻ അനുസരിച്ച് ഡാൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിന്റെ ഡാൻസ്. അതായത് നമ്മൾ ഹാപ്പി ആയിരിക്കുക ഫുൾ ടൈം. നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇതൊക്കെയാണ് വേണ്ടത് കേട്ടോ. അപ്പം റിക്കവറി ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് റെസ്റ്റ്. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 70 മുതൽ 80% വരെ നിങ്ങൾ ഫുഡിന്റെ ലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബാക്കി എക്സസൈസ് വരുന്നുള്ളൂ. എന്നാലും നമ്മുടെ ബോഡി മെയിൻ്റെനൻസും കാര്യങ്ങളും ആണെങ്കിൽ ബാക്കിയുള്ള എക്സസൈസ് അതേപോലെ തന്നെ ഫുഡ് നിങ്ങൾ നോർമൽ ഫുഡിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് എക്സസൈസ് ചെയ്താൽ മതി. ഇനിയിപ്പോ ഒന്നുമില്ല, നമ്മൾ ഹെൽത്തി ബോഡി ആണെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന്റെ നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ ഗട്ട് ഹെൽത്തിന്റെ എല്ലാത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ടോണിങ്ങും റീസെറ്റിങ്ങും നടക്കാൻ വേണ്ടി എക്സസൈസ് വേണം. ചുരുക്കി പറഞ്ഞാൽ എക്സസൈസ് നമ്മളെല്ലാ മനുഷ്യന്മാരും ഒരുപോലെ നമ്മളെ ഹാപ്പി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ഇത് ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങള്? എന്താ ഒരു സന്തോഷമില്ലാത്ത? ഓക്കെ. അപ്പൊ എനിക്ക് ഇനി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അത്ര ദിവസമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ ചലഞ്ചിന്റെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾ പുറത്ത് പോയിട്ട് നമ്മൾ നടത്തം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരൊക്കെ അല്ലേ നമ്മള്. നിങ്ങൾ പുറത്ത് പോയിട്ട് നടക്കുവാണെങ്കിൽ പുറത്ത് പോയിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ടേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമ്മിറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാർക്കും ഇത്തം കൊള്ളൂല, അവർ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുക. ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒന്നുമല്ല. നമ്മള് മനസ്സ് തുറന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി വരുന്നത്. ഈ സ്മൈൽ ഫേക്ക് സ്മൈൽ എന്ന് ആദ്യമൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സ് തുറക്കാൻ വേണ്ടി പോവാണ് ഇനി വരുന്ന ദിവസങ്ങളിലാണ് ട്ടോ. അപ്പം നാളത്തെ ദിവസമായിരിക്കും കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റോടെ തന്നെ ഇവിടെ നിന്നോളൂ. നാളെ ഇതിനേക്കാളും അടിപൊളി ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വരുന്നത്. അതേപോലെ ഞാനൊരു സർപ്രൈസ് തരാന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക്? അതെന്തായാലും ഇപ്പൊ തന്നെ തരാം. ബാക്കിയുള്ള ആൾ കാണണ്ട. നമുക്കത് ഇത് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം ട്ടോ. നമുക്ക് ഒരു അടിപൊളി ഫേഷ്യൽ യോഗ ചെയ്യാം ഇപ്പൊ. നിങ്ങൾ സെലിബ്രിറ്റീസിനെ പോലെ തിളങ്ങണം. അതിന് വേണ്ടുന്ന ഒരു യോഗയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ റെക്കോർഡിൽ പോയിക്കൊണ്ടുന്ന ലൈവായിട്ട് റെക്കോർഡ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് വരിക. ബാക്കിലോട്ടേക്ക് പോയിട്ട് ഡേ 1 ഡേ 2 ഡേ 3 ആ ഒരു ഫോർമാറ്റിൽ വരുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നാളെ ഒരു എക്സൈറ്റിംഗ് ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.